അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്നത്തെ ഡേറ്റ് 24/7/2025 വെള്ളിയാഴ്ച രാവിലാണ് നാമൊക്കെ ഇപ്പോൾ നിലകൊള്ളുന്നത്. റഹ്മാനുറഹീമായ റബ്ബ് സുബ്ഹാനഹു തആല ഒരുപാട് ആദരവ് നൽകിയിട്ടുള്ള വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാവ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട മുഖറബീങ്ങളായ 4 മലക്കുകൾ വന്ന ഹബീബിൻ്റെ ഹളറത്തിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു കഥയുടെ ചെറിയൊരു ഭാഗം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വിലമതിക്കാൻ കഴിയാത്ത, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സവാബുകളാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. പരിശുദ്ധ ഹബീബ് തങ്ങളെ ഹളറത്തിൽ 4 മലക്കുകൾ വന്നിട്ട് പറയുന്നൊരു സംഭവം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി പറയുകയാണ്: യാ റസൂലല്ലാഹ്, മൻ സ്വല്ല അലൈക 10 മറ ഫീ കുല്ലി യൗമിൻ വലൈല അന ആഖിദുൻ ബിയദിഹി വഉമിറുഹു അന സുറാത്തു കൽ ബറഖിൽ ഖാതിഫ്. ഓ ഹബീബേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഹളറത്തേക്ക് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും രാവും പകലും ഒരു 10 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ ചൊല്ലുന്നവൻ്റെ കയ്യും പിടിച്ച് നാളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം മിന്നിരും പ്രകാരം ഞാൻ വിട്ടുകൊടുക്കും നബിയെ. അവിടത്തേക്ക് ഒരു 10 സ്വലാത്ത് രാവും പകലും ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ കയ്യും പിടിച്ച് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം വിട്ടുകൊടുക്കും നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ദിവസങ്ങളിൽ രാവും പകലും ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ മുഅ്മിനീങ്ങളെ നമുക്ക് എല്ലാ നിലക്കും സാധിക്കുന്നതുമാണ്. ചൊല്ലിയാലുള്ള നേട്ടമാണ് ഈ പറഞ്ഞ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതായി ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം പറയുന്നത്: മൻ സ്വല്ല അലൈക 10 മറ ഫീ കുല്ലി യൗമിൻ വലൈല അന അസ്ഖൈഹി മിൻ ഹൗദിക. നബി, അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവനക്ക് മുക്കി കൊടുക്കുന്നതാണ് നബിയെ. ഓരോ ദിവസവും രാവും പകലും ഒരു 10 സ്വലാത്ത് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ മുഅ്മിനീങ്ങളെ 2 നേരം 10 സ്വലാത്ത് ഓരോ ദിവസങ്ങളിൽ ചൊല്ലിയാലുള്ള നേട്ടം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, വിലമതിക്കാൻ പറ്റാത്ത, പറഞ്ഞറിയിക്കാൻ തീരാത്തത്ര സവാബുകളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്: അനസ്ജുദു ലില്ലാഹി തആല ലാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു ദുനൂബഹു. അവൻ്റെ ദോഷങ്ങൾ അല്ലാഹു തആല മുഴുവനും മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹു എനിക്ക് അറിയിക്കാനല്ലാതെ ഞാൻ തല ഉയർത്തൂല നബിയെ. എല്ലാ ദിവസവും രാവും പകലും 10 സ്വലാത്ത് ചൊല്ലുന്നവയ്ക്ക് ഞാൻ അങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം സുജൂദിലേക്ക് വീഴുകയാണ്. ഓരോ ദിനരാത്രികളിൽ 10 സ്വലാത്ത് ചൊല്ലുന്നവനിക്ക് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണത്രേ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്: യാ റസൂലല്ലാഹ്, അന അഖ്ബിളു റൂഹഹു കമാ അഖ്ബിളു അർവാഹൽ അംബിയാ. നബിയെ, അംബിയാക്കളുടെ അർവാഹകൾ ഞാൻ എങ്ങനെയാണ് പിടിച്ചിരുന്നത്, അതുപോലെയായിരിക്കും ഓരോ ദിനരാത്രികളിൽ 10 സ്വലാത്ത് ഒരു മനുഷ്യൻ അവിടുത്തെ ഹളറത്തിലേക്ക് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ റൂഹ് ഞാൻ പിടിക്കുന്നത് അംബിയാക്കളുടെ റൂഹ് പിടിച്ചതുപോലെയായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി വസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസങ്ങളിൽ 10 സ്വലാത്ത് ചൊല്ലുന്ന അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, ഞായറാഴ്ച രാത്രി, അതുപോലെ തന്നെ തിങ്കളാഴ്ച പകൽ, ഇതൊക്കെയും ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്
നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുവാനും അവിടുത്തെ കരങ്ങളാൽ ഹൗദുൽ കൗസർ വാങ്ങിച്ച് കുടിക്കുവാനുമുള്ള ഒരു വഴിയായിരിക്കും, ഒരു സബബായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിൽ കഴിയുന്നതും നന്നായി സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ആഖിബത്ത് നന്നാക്കി ആഖിറത്തിൽ ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അടക്കം നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും ഹബീബിൻ്റെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം, പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാക്ക് വേണ്ടി എന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.